എന്താണ് ജിപ്സം പ്ലാസ്റ്റർ ഈ തേപ്പിന് വരെയുള്ള പുതിയ ടെക്നോളജിയാണ്. ഈ തേപ്പിന് എംസാനും സിമെന്റും ഒന്നും തിരഞ്ഞെടുക്കണ്ട, സിമ്പിൾ ആണ്. ഇപ്പൊ എന്റെ വീട് 3 വർഷമായിട്ടുള്ളൂ. എംസാനോ കൊണ്ടാണ് തേച്ചിട്ടുണ്ട്. ഫുള്ള് സ്ക്രാച്ചും ബില്ലും വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 100% പേടിക്കണ്ട. 100% ആണി അടിച്ചോക്കെ ഡ്രില്ല് ഒക്കെ ചെയ്ത് നോക്കാം. ആണി അടിച്ചോക്കെ ഒന്ന് ആണി അടിച്ചു നോക്കുക, എന്താ പാട്. 100% ഗ്യാരണ്ടി. നിങ്ങൾ പറഞ്ഞ അടുത്തടുത്ത് ആണി അടിച്ച് ക്രാക്ക് ഒന്നും ഇല്ലല്ലോ. ഡ്രില്ല് ഇതിനൊക്കെ അടുത്ത് നിങ്ങൾ ഡ്രില്ല് ചെയ്ത് നോക്കി. ജാഹിദ് ഭായി, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിനോട് അടുപ്പിച്ച് വന്നിട്ട് ഡ്രില്ല് ചെയ്ത് നോക്കുക. അപ്പൊ ക്രാക്ക് വരേണ്ടത് മനസ്സിലാവും. ഏറ്റവും അടുപ്പിച്ചില്ല ഇത് തമ്മിലുണ്ടോ അടുപ്പിച്ച് തന്നെ ക്രാക്ക് വരില്ല. വേറെ ഗുണങ്ങളില്ലേ നമ്മുടെ ഫോളോവേഴ്സ് പറഞ്ഞു കൊടുത്താൽ? സിമെന്റ് പ്ലാസ്റ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ ആദ്യം തന്നെ സിമെന്റ് മണലും വേണ്ട. അതിനാണ് ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞത്. പിന്നെ പുട്ടിയിട്ട് നല്ലൊരു ഫിനിഷിംഗിലേക്ക് സിമെന്റിന്റെ പൈസ നമുക്ക് എത്തിക്കിട്ടും. സാമ്പത്തിക ലാഭമുണ്ട്. പിന്നെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ തണുപ്പാണ്. നിങ്ങളൊന്ന് തൊട്ട് നോക്കി, നല്ല കൂളിംഗ് ഉണ്ടാവും. അതിന് കറണ്ട് പോയി കഴിഞ്ഞാലും നമ്മൾ അറിയൂല. ഇത് നനയ്ക്കേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് പണി തീരും. അല്ല, ഇത് പ്യൂർ വൈറ്റിലേക്ക് വരും. ഇതിപ്പോ ചെയ്ത് ഉണങ്ങാത്ത ചുമരാണ്. ഉണങ്ങി കഴിഞ്ഞാൽ ഉണങ്ങുന്ന സ്ഥലങ്ങളുണ്ടോ വൈറ്റിലേക്ക്. വീടിന്റെ ഓണർ മുഹമ്മദ് രാജിക്ക, എന്താണ് നിങ്ങൾ ഇതിലേക്ക് വരാൻ കാരണം? ചിത്രത്തിലേക്ക് വരാൻ കാരണം നമ്മൾ കുറച്ചുകൂടി ചെലവ് പറഞ്ഞ പരിപാടിയാണിത്. പിന്നെ നമ്മുടെ കുട്ടിയൊന്നും വരണ്ട. ഇതിപ്പോ ഇലക്ട്രിക് ഷോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കത്തുവോ? എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും. വീട് കത്തുന്നില്ല. നമ്മൾ കത്തിച്ച് നോക്കാമല്ലോ. പക്ഷെ പെട്രോൾ വെച്ചിട്ട് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, കത്തിച്ച് നോക്കാം.